ഹലോ. അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ സൺഡേ, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. പ്രിൻസ് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറിയാണ്. തിരുവനന്തപുരത്ത് വളരെയധികം പേര് കേട്ടൊരു ജ്വല്ലറിയാണിത്. അവിടെ ശരിക്കും വന്നത് ബുഗാഡി, ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ബുഗാഡി. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് പോയത്. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഫെൻസിങ് ചെയ്യാനായിട്ട് അവിടെ ആളില്ല. പിന്നെ നമ്മളുടെ പറഞ്ഞ് തിങ്കളാഴ്ച വന്നാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച പോയാണ് അത് ചെയ്തത്. പിന്നെ അത് പോയതുകൊണ്ട് നമ്മളവിടുത്തെ കുറച്ചധികം കളക്ഷൻസ് കണ്ടു. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സിൽവറിൻ്റെ തന്നെ ഒരുപാട്, ബുഗാഡിയിൽ ഒരുപാട്, ഇത് ഈ 3 കല്ല് വരുന്നത് എനിക്കിഷ്ടപ്പെട്ടു, അതാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ആഭരണങ്ങൾ കണ്ടു. ബ്രേസ്ലെറ്റാണ് ഈ നോക്കുന്നത്. അതിൽ ഡബിൾ ലെയറിൻ്റെ, സത്യം പറഞ്ഞ് ഇത്രയും തിന്നായിട്ടുള്ള പിള്ളേർക്ക്, കോളേജിൽ പോകുന്ന പിള്ളേർക്കൊക്കെ അത് വളരെ യൂസ്ഫുള്ളാണ്. അധികം കനവുമില്ല, എന്നാൽ കയ്യിൽ ഇട്ടതുമായി വളരെ വലിയ ആർഭാടമൊന്നും തോന്നത്തില്ല. ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു ബ്രേസ്ലെറ്റ് എന്ന് വേണം പറയാൻ. ലൈറ്റ് വെയ്റ്റ്, വളരെ തിന്നായിട്ടുള്ള, ഇത് 88 ക്യാരറ്റാണ്. പിന്നെ നമ്മൾ അവിടുന്ന് 1 ഗ്രാമിന് 1 പവനിൽ താഴെ വരുന്ന കുറച്ചധികം നെക്ലസിൻ്റെ കളക്ഷൻസ് കണ്ട്. ഇത് പാലയ്ക്ക, റെഡ് കളറാണ്. ശരിക്കും പറഞ്ഞാൽ പാലയ്ക്കൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ 2 പവനില്ലാതെ പാലയ്ക്കൊന്നും ചെയ്തിറക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഒരു 4ഉം 5ഉം ഒക്കെ പാലയ്ക്ക കൊടുത്ത് ആ 1 പവനിൽ താഴെ ചെയ്ത് 6 ഗ്രാമിൽ വരുന്ന ഗ്രീൻ കളർ പാലയ്ക്ക പോലത്തത്. പിന്നെ കുറച്ചധികം ലൈറ്റ് വെയ്റ്റിൻ്റെ ചെയിനുകളൊക്കെ നോക്കി. എന്തായിരുന്നാലും പോയല്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് കാര്യമായിട്ട് നോക്കുകയാണ്. ബ്രേസ്ലെറ്റ്, കുലുസ്, മാലകൾ. പിന്നെ വെള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെയും ധാരാളം കളക്ഷൻസ് ഉണ്ട്. ലൈറ്റ് വെയ്റ്റാണ് അവിടെയും മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെ ധാരാളം മാലകൾ എനിക്കിഷ്ടമായി. വളരെ സിമ്പിളായിട്ട് പിള്ളേർക്ക് ധരിക്കാൻ പറ്റുന്ന, എന്നാൽ ഹെവിയും അല്ലാത്തത്, അങ്ങനത്തെ മാലകൾ ധാരാളമുണ്ട്. അതിൽ ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് മോന് ഒന്ന് വെച്ച് നോക്കാനൊക്കെ, ആൾക്ക് ഈ ഫാൻസി കടയിൽ കിട്ടുന്ന സ്റ്റീലിൻ്റെ ഇച്ചിരി കനമുള്ളതൊക്കെയാണ്, അതുപോലത്തത് ഉണ്ട് ഇവിടെ. പക്ഷെ അത് ഹെവി റേറ്റാണ്. പക്ഷേ അത്രയും റേറ്റിൻ്റെ ആവശ്യമില്ല. കാരണം തിരിച്ച് വെള്ളി നമ്മൾ പൊട്ടുന്ന സമയത്ത് തിരിച്ച് കൊടുക്കുമ്പോഴേക്കും വളരെ റേറ്റ് കുറവാണ്. വെള്ളിക്ക് വാങ്ങുന്ന സമയത്ത് അവർക്ക് റേറ്റ് കൂടുതലും, കൊടുക്കുന്ന സമയത്ത് വളരെ റേറ്റ് കുറവുമാണ് വെള്ളിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതേസമയം ഗോൾഡ് ആണെങ്കിൽ 916 ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന അതേ റേറ്റിന് ഗോൾഡിൻ്റെ റേറ്റെങ്കിലും തിരിച്ച് കിട്ടും. അപ്പോൾ സിൽവറിൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മാല ഞാൻ മോന് എടുത്ത് നോക്കി. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു, വളരെ അത് കൊള്ളാം, ആൾക്കത് ഇഷ്ടമായി. പിന്നെ ഈ വെള്ളിയുടെ കാര്യമാണ് പറയുന്നത്, പൊട്ടിപ്പോയേ തീർന്നു, വളരെ കനം കുറവാണ്, കൊടുക്കുമ്പോൾ ഒന്നും കിട്ടത്തുമില്ല. പിന്നെ നമ്മൾ നോക്കുന്ന സ്റ്റഡ്, സെക്കൻഡ് സ്റ്റഡ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എങ്കിലും എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് സ്റ്റഡ് ഞാൻ എടുത്തായിരുന്നു. പിന്നെ റിങ്ങുണ്ട്, പിന്നെ പലതരം കല്ലുകളുടെ മോതിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവിടുത്തെ മാഡത്തിനെ പരിചയപ്പെടുന്നത്. മാഡത്തിനോട് കുറച്ച് നേരം സംസാരിച്ചു. ഇതുപോലെ ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മാഡം ഞങ്ങളോട് സംസാരിച്ചു. കുറച്ച് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഷോറൂം മുഴുവനൊന്ന് കവർ ചെയ്ത് വീഡിയോ എടുത്തായിരുന്നു. വളരെ ചെറിയ ഷോറൂം ആണെങ്കിലും ഒത്തിരി ലൈറ്റ് വെയ്റ്റിൻ്റെ ധാരാളം കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ലോക്കറ്റുകളൊക്കെ ഒരുപാട്, ശരിക്കും നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. സാധാരണഗതിയിൽ മുന്നൊന്നും ട്രിവാൻഡ്രത്ത് ഈ ലൈറ്റ് വെയ്റ്റിൻ്റെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ജ്വല്ലേഴ്സ് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ വാങ്ങിയ സിൽവറിൻ്റെ മാല അവിടുത്തെ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ തന്നെ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ മോന് ഇട്ട് കൊടുത്തു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മളാണ് ആ കടയിലുണ്ടായിരുന്ന ലാസ്റ്റത്തെ കസ്റ്റമർ. നമുക്ക് ശേഷം പിന്നെ ആരും വന്നതുമില്ല. ഒരുപാട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്ന നേരം ചേട്ടൻ പറഞ്ഞു, തിങ്കളാഴ്ച വന്നാൽ മതി, ബുഗാഡി കുത്തിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്രിൻസ് ജ്വല്ലറി. അതിനുശേഷം ഞാൻ ശിവക്ഷേത്രത്തിൽ പോയി ശ്രീകണ്ഠേശ്വരത്ത് ചെന്ന് ശീവേലിയും തൊഴുത് സമാധാനത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.